നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും തുടർന്നുണ്ടായ ആരോപണങ്ങൾക്കും പിന്നാലെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടമായി രാജിവെച്ചതിൽ കടുത്ത ഭിന്നത. രാജിവെച്ചിട്ടില്ലെന്ന വാദവും വിയോജിപ്പിനോടുകൂടിയാണ് രാജിവെച്ചതെന്നും താരങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂട്ടരാജി എന്ന തീരുമാനം ഏകകണ്ഠമായിട്ടല്ല എടുത്തതെന്ന് നടി സരയുവും പ്രതികരിച്ചിരിക്കുകയാണ്. സരയുവിനെ കൂടാതെ വിനു മോഹൻ, ടോവിനോ, അതുപോലെ അനന്യ, ജഗദീഷ് എന്നിവർക്കും കൂട്ടരാജിയിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഐക്യകണ്ഠേനയാണ് രാജി എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇതുവരെ രാജി സമർപ്പിച്ചിട്ടില്ല, രാജി സമർപ്പിക്കാൻ കഴിയില്ല എന്നാണ് യോഗത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഭൂരിപക്ഷ തീരുമാനത്തിലാണ് കൂട്ടരാജി. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് അടക്കമുള്ളവരുടെ തീരുമാനത്തിൽ വിയോജിപ്പുണ്ട് എന്നാണ് സരയു പ്രതികരിച്ചത്. താൻ ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. കമ്മിറ്റി തിരക്ക് പിരിച്ചുവിടേണ്ടിയില്ലായിരുന്നുവെന്നും സരയു പറയുന്നു. ആരോപണ വിധേയർ വ്യക്തിപരമായി രാജിവെച്ച് ഒഴിയുക എന്നതാണ് ശരിയെന്നും ധാർമ്മികത മുൻനിർത്തിയാണ് രാജിവെച്ചതെന്നും നടി അനന്യയും പ്രതികരിച്ചിരുന്നു. വ്യക്തിപരമായ രാജിയോട് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അനന്യയും വ്യക്തമാക്കി. സിനിമയുടെ ഉള്ളിൽ ഇത്തരം പ്രവണതകൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെ രൂക്ഷമായി അനുഭവിച്ചിട്ടില്ല. എന്നാൽ സിനിമകളുടെ കാര്യത്തിൽ അടക്കം വേർതിരിവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. 2007 മുതലാണ് നായികയായി എത്തുന്നത്. വളരെയധികം സങ്കടമുണ്ട് റിപ്പോർട്ട് വായിച്ചപ്പോൾ. തങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ തീവ്രതയിൽ ചിലർ നടന്നുപോയെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി. അസോസിയേഷന്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ വ്യക്തിപരമായി സംസാരിക്കുന്ന പരിമിതിയുണ്ട്. അമ്മ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് അനന്യ പ്രതികരിച്ചത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ അമ്മ ഫലപ്രദമായി ഇടപെട്ടിട്ടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് നിലവിലെ ഭരണസമിതി കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചത്. ഒപ്പം ഭരണസമിതിയിലെ 17 അംഗങ്ങളും രാജിവെച്ചിരുന്നു. ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെയാണ് അഡ്ഹോക് കമ്മിറ്റി തുടരുക. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പുണ്ടാകും. ഓണക്കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരും. അമ്മയുടെ വീഴ്ച സമ്മതിച്ചാണ് കൂട്ടരാജി എന്ന് പത്രക്കുറിപ്പിലൂടെ മോഹൻലാൽ അറിയിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗികാരോപണം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയിലെ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. അമ്മയിലെ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. നിലപാടും നടപടിയും വൈകിച്ച് ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമാണ് ഇക്കൂട്ടർ ഉന്നയിച്ചത്. എന്തായാലും മലയാള സിനിമയെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അമ്മയിലെ കഴിഞ്ഞ ദിവസത്തെ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.